പ്രാർത്ഥനയ്ക്കുമായിട്ട് നമ്മുടെ മധ്യേ പാസ്റ്റർ രാജൻ എബ്രഹാം അവറുകൾ വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ 24 hour ബോസ്റ്റം പ്രയർ ലൈനിലേക്ക് എല്ലാവരും കൂടെ സ്നേഹത്തോടും ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. പിന്നിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഗീതം. പിന്നിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഗീതം. പരിപൂർണമായി ദൈവിക രാജ്യം ഇപ്പാരിലും സ്ഥാപിതമാക്കിടുവാൻ. പരിപൂർണമായി ദൈവിക രാജ്യം ഇപ്പാരിലും സ്ഥാപിതമാക്കിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. തൻ തിരുനാമത്തിനാ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തൻ തിരുനാമത്തിനാ മണ്ണിൽ നിന്നകിൽ സഹിച്ചവരെ, തിരുസന്നിധൗ ചേർത്തുതൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. തിരുസന്നിധൗ ചേർത്തുതൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. സ്വന്ത ജനത്തിനല്ല പല പീഡകൾ ചെയ്തവരെ, സ്വന്ത ജനത്തിനല്ല
പീഡകൾ ചെയ്തവരെ വന്നു ബന്ധിതരാക്കിയത് മികളാമവർ കണ്ടം വരുത്തിയുമേ വന്നു ബന്ധിതരാക്കിയത് മികളാമവർ കണ്ടം വരുത്തിയുമേ ഫലം തന്നിടുവാ യേശുരാജൻ വന്നിടുവാ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാ ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമാ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിതിൽ ദൂതരുമാ പ്രതിഫലം തന്നിടുവാ യേശുരാജൻ വന്നിടുവാ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാ ഹല്ലേലൂയ ദൈവമക്കളെ നമ്മുടെ പ്രത്യാശ എത്ര വലുതാണ് നമ്മുടെ പ്രത്യാശ എത്ര വലുതാണ് ഈ കാലമെല്ലാം കഴിയും ഇന്ന് കാണുന്നതെല്ലാം അഴിഞ്ഞു പോകും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാം എന്നും നമ്മുടെ കർത്താവിനോടൊന്നിച്ച് നിത്യതയിൽ മറയും ഈ ഭൂമിയിലെ കഷ്ടപ്പാടുകളും രോഗങ്ങളും മരണങ്ങളും കണ്ണുനീരുകളും എല്ലാം മാറി നമ്മുടെ കർത്താവിനോട് ഒന്നിച്ചായിരിക്കുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല അപ്രത്യാശയുള്ളവർക്ക് നമുക്കറിയാമല്ലോ ഈ പാട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് എന്റെ കർത്താവേ ഈ നാൾ എന്നുണ്ടാകും അതിനായി ഞാൻ സന്തോഷത്തോടെ കാത്തിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ നിന്ന് പാടാൻ കഴിയുമോ നിങ്ങൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായിരിക്കാം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കാം അതെ പക്ഷെ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട് ഹല്ലേലൂയ നമുക്ക് ഈ പ്രത്യാശയുടെ ഒരു സ്റ്റാൻസിയോടെ പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം ഹല്ലേലൂയ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം നമുക്ക് കർത്താവിനോട് പാടി സന്തോഷത്തിന്റെ പ്രത്യാശയുടെ പാട്ട് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം ഹല്ലേലൂയ കാലമെല്ലാം കഴിയും ഇന്നു കാൺമതെല്ലാം അഴിയും കാലമെല്ലാം കഴിയും ഇന്നു കാൺമതെല്ലാം അഴിയും പിന്നെ പുതുയുഗം വരും തിരികെ വരാതെ നാം നിത്യതയിൽ പറയും പിന്നെ പുതുയുഗം വരും തിരികെ വരാതെ ഞാൻ നിത്യതയിൽ പറയും പിന്നെ പുതുയുഗം വരും തിരികെ വരാതെ നാം നിത്യതയിൽ പറയും പിന്നെ പുതുയുഗം വീഴും തിരികെ വരാതെ നാം നിത്യതയിൽ പറയും പിന്നെ പുതുയുഗം വീഴും തിരികെ വരാതെ നാം നിത്യതയിൽ പറയും ഫലം തന്നിടുവാ യേശുരാജൻ വന്നിടുവാ അധികമില്ലിനിയും
നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനി നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമുക്ക് പ്രതിഫലം തരാൻ പോകുന്ന കർത്താവിന് വേണ്ടി അനുഭവിച്ച നിന്ദകൾ, പരിഹാസങ്ങൾ, ഉപദ്രവങ്ങൾക്ക് എല്ലാം കർത്താവ് നമ്മൾക്ക് പ്രതിഫലം തരും. ഈ സ്റ്റാൻസിൽ വേറൊരു ഭാഗം കൂടുണ്ട്. സ്വന്തം ജനത്തിനെല്ലാം പീഡകൾ ചെയ്തവരെ വന്ന് ബന്ധിതരാക്കുന്ന ദിവസം. ഇന്ന് ദൈവമക്കളെ ഉപദ്രവിക്കുന്നവരെ, ഇന്ന് ദൈവമക്കളെ പീഡിപ്പിക്കുന്നവരെ, ഛത്തീസ്ഗഡിലൊക്കെ ദൈവത്തിന്റെ സഭ ദൈവമക്കളെ ഉപദ്രവിക്കുന്നവരെ, ആർക്കും ഉപദ്രവം ചെയ്യാത്ത ദൈവമക്കളെ ആരാധനാലയത്തിൽ കയറി വന്ന് ആരാധനാലയം തല്ലിപ്പൊളിക്കുന്നവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവരെ ബന്ധികളാക്കി അവരെ നരകത്തിലേക്ക് അയക്കുന്ന ദിവസം വിദൂരമല്ല എന്നാണ് അതിന്റെ അർത്ഥം. വന്ന് ബന്ധിതരാക്കി അധർമ്മികളായ അവർക്ക് അന്തം വരുത്തും. പക്ഷേ നമ്മളതല്ലവരെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവിടെ അറിവുകേടുകളെ കർത്താവരോട് ക്ഷമിക്കണമേ, അവർ മാനസാന്തരപ്പെടട്ടെ. അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികൾ അവരിൽ നിന്ന് ഓടി മാറി അവർ അനുഗമിച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ട് ദൈവമക്കളായി തീരട്ടെ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷെങ്കിൽ അറിഞ്ഞുകൊണ്ട് വീണ്ടും ദൈവജനത്തെ ഉപദ്രവിക്കുന്നവർ ഓർക്കുക, അവർക്ക് ശിക്ഷാവിധി ദൈവത്തിൽ നിന്ന് വരുന്നുണ്ട്. ദൈവമക്കളെ, നമുക്ക് ആർക്കും ദോഷം ചെയ്യാതെ ദൈവസ്നേഹത്തിൽ നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് കഴിയുമെങ്കിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, ബലപ്പെടുത്തുക. അല്ലാതെ ഒരിക്കലും മറ്റുള്ളവരെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത്. അതൊരു ദോഷമാണ്. നമ്മുടെ നാവുകളെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം, നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു. തന്നെയുമല്ല, നമ്മുടെ നാവ് മറ്റുള്ളവരെ വിധിക്കുവാനും പരിഹസിക്കുവാനും ദൈവം നമുക്ക് പെർമിഷൻ തന്നിട്ടില്ല. നമ്മുടെ നാവ് നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവ് ഒക്കെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും കഴിയട്ടെ. ഹല്ലേലൂയ. ഈ പ്രത്യാശയുടെ ഗാനമോർത്തി കർത്താവിന് സ്തോത്രം. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ദൈവദാസൻ എം.വി. ചെറിയൻ സാർ അവറുകൾ എഴുതിയ പാട്ടാണ്. വളരെ ഹൃദയത്തിന് സന്തോഷമുണ്ട്. ഈ പാട്ട് നമുക്ക് തുടർന്ന് നമ്മുടെ ആത്മാവിൽ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ വന്ദനം ചെയ്യും. സ്തോത്രം. വിശേഷിച്ചും സിസ്റ്റർ മറിയമ്മ തോമസ് ഫ്രം ഷിക്കാഗോ. ദൈവദാസിയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ ക്ഷമയോടെ സഹിഷ്ണുതയോടെ സമയമെടുത്ത് ഈ ബോസ്റ്റൺ പ്രയർ ലൈനിൽ കടന്നു വന്ന് ഇതൊരു ദൈവിക ശുശ്രൂഷയാണ് എന്നുള്ള വിശ്വാസത്തിലും അതിന്റെ സമർപ്പണത്തിലും ഈ ശുശ്രൂഷ എത്രയോ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവദാസിയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെയുമല്ല, ഡിഫറൻറ്റ് സ്റ്റേറ്റുകളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സ്വന്തം ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഉറന്ന് യാത്ര ചെയ്യേണ്ട നമ്മുടെ സ്വന്തം വീട്ടിൽ ഇരുന്നുകൊണ്ട് ഫോണിൽ കൂടെയും
സോഷ്യൽ മീഡിയ കൂടെയും കർത്താവിന്റെ വചനം കേൾക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കഴിയുന്നത് എത്ര നല്ലതാണ്. ദൈവമക്കളായ നാം ശരീരത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണിപ്പോൾ. പക്ഷേ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഒന്നിച്ചാണ്. ഇത് നമ്മൾ മറന്നു പോകരുത്. We are together in the presence of God. And again remember, we are in the presence of God. And Bible says, if 2 or 3 gather in Jesus' name, God's presence shall be among us. അതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തുമാത്രം ഫിസിക്കൽ ഡിസ്റ്റൻസിൽ എന്നുള്ളതല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് നമുക്ക് ഫിസിക്കൽ ഡിസ്റ്റൻസും ഇല്ലാതെ ഒന്നിച്ചു കൂടി വരുന്ന ആരാധനയും നല്ലതാണ്. അതും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇങ്ങനെയും ചെയ്യാൻ ദൈവം നമുക്ക് ഒരു സാവകാശം തന്നതുകൊണ്ട് ഞാൻ കർത്താവിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിലായി നാം മനസ്സിലാക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ഭാഗം 1 കൊരിന്ത്യർ 15 അധ്യായം അതിന്റെ 50 മുതൽ 58 വരെയുള്ള ഭാഗത്തെ ആസ്പദമാക്കിയായിരുന്നു നമ്മൾ വചനധ്യാനവും ദൈവത്തിൽ നിന്നുള്ള ആലോചനകൾ കേൾക്കുവാനായിട്ട് നമ്മൾ സമയമെടുത്തത്. ഏതാണ്ട് 3 വെൻസ്ഡേയ്സ് 3 ആഴ്ച നമ്മൾ അവിടെ നിന്ന് 3 കാര്യങ്ങളാണ് വിശേഷമായി ചിന്തിച്ചത്. ഞാൻ അവിടെയൊക്കെ വീണ്ടും ഞാൻ ആ ഭാഗം ആവർത്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് വരണമെന്ന് വിചാരിക്കുന്നു. അവസാനത്തെ ഭാഗം പറയുന്നത് 57 58 വാക്യങ്ങളാണ്. അത് നമുക്ക് കഴിയുമെങ്കിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാമെങ്കിൽ മറ്റുള്ളവരും അവിടെ ഇവിടങ്ങളായിട്ടുള്ളവരൊക്കെയും ഒന്ന് കേൾക്കണമെങ്കിൽ നമ്മൾ അല്പം ഒന്ന് ഉറക്കെ വായിച്ചാൽ അതായിരിക്കും നല്ലത്. അപ്പൊ അതുകൊണ്ട് വായിക്കുന്ന ഭാഗം എല്ലാവരും കൃത്യമായിട്ടൊന്ന് കേൾക്കട്ടെ. എനിക്ക് വേണമെങ്കിൽ വായിക്കാം, പക്ഷെ എന്നാലും അതെല്ലാവരും കേൾക്കുമെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ വന്നിട്ടുള്ളവർ ആരെങ്കിലും ഒന്ന് ഉച്ചത്തിൽ വായിക്കുന്ന നിങ്ങൾക്കും ഓരോരുത്തർക്കും ഒരു അനുഗ്രഹമാണല്ലോ. 1 കൊരിന്ത്യർ ചാപ്റ്റർ 15 വേഴ്സ് 56 മുതൽ 56, 57, 58 ഒന്ന് വായിക്കാമെങ്കിൽ സന്തോഷം. താങ്ക് യു. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമില്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് ഞാൻ ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിച്ചു കൊള്ളട്ടെ. ഫ്രം 56 onwards. The sting of death is sin, and the power of sin is the law. But thanks be to God, He gives us the victory through our Lord Jesus Christ. Verse 58. Therefore, my dear brothers, stand firm. Let nothing move you. Always give yourself fully to the work of the Lord, because you know that your labor in the Lord is not in vain. What a beautiful statement. What a profound verse. Very, very confirmed, very assured statement. There's no doubt in it. പറയാണ്, എന്റെ പ്രിയ സഹോദരന്മാരെ, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുക. ഹല്ലേലൂയ. ഏതിന്റെ പശ്ചാത്തലത്തിലാണിത് പറയുന്നതെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് നമ്മൾ ഉറപ്പുള്ളവരായിരിക്കേണ്ടത്? എന്തുകൊണ്ടാണ് നാം കുലുങ്ങാതിരിക്കേണ്ടത്? അതിന്റെ തൊട്ടു പുറകിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച കാരണമാണ്. നമ്മൾ അയഞ്ഞു പോകുന്ന, കുലുങ്ങിപ്പോകുന്ന, വ്യത്യാസപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതിന് സാധ്യതയുണ്ട്. എത്രയോ പേര് വിശ്വാസത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അറച്ചു നിൽക്കുന്നവരില്ലേ, അല്ലേ? അറച്ചു നിൽക്കുക. അനേകർക്കും അറിയാം രക്ഷിക്കപ്പെടണമെന്നും രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണമെന്നുള്ളതും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നുള്ളൊരു കാര്യം കർത്താവ് നമുക്ക് സൗജന്യമായി തരുമെന്നുള്ളതും
നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 37 മുതലുള്ള ഭാഗം താഴോട്ട് പത്രോസ് ലീഗ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാത്തതുപോലെ ഇരുന്നിട്ട് ഇതൊന്നും വായിക്കത്തുമില്ല, ഇതൊന്നും ജനങ്ങൾ വായിക്കത്തുമില്ല. അഥവാ ജനങ്ങൾ വായിക്കാതിരിക്കാൻ വേണ്ടി എന്താന്ന് ചോദിച്ചാൽ ആ ഭാഗം ഒത്തു തൊടത്തുമില്ല, മിണ്ടത്തുമില്ല. പത്രോസ് ലീഹായി കൂടെ പറഞ്ഞതായ നിങ്ങൾ മാനസാന്തരപ്പെടണം. ആ പബ്ലിക് ചോദിച്ചു, ഞങ്ങൾ എന്തുവാ ചെയ്യണം? ഞങ്ങൾക്കൊരു വ്യത്യാസം വരാൻ, പാപക്ഷമ വരാൻ, നിത്യത കിട്ടുവാൻ എന്തോ ചെയ്യണം? എപ്പോഴും ജനത്തിനാവശ്യം അവർക്കൊരു ശാന്തി വരണമെന്നുള്ളതാ, അവർക്കൊരു സമാധാനം വേണമെന്നുള്ളതാ, അവർക്കൊരു ആശ്വാസം വേണമെന്നുള്ളതാ. അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ദാഹിക്കുന്ന ഒരു വ്യക്തിക്ക് അവർക്ക് ജലം വേണം. അവർക്ക് സോഷ്യോളജിയും അവർക്ക് പൊളിറ്റിക്സും അവർക്ക് വേദശാസ്ത്രം ഒന്നും അല്ല അന്നേരം അവർക്ക് കേൾക്കേണ്ടത്. ദാഹിക്കുന്ന ഒരാൾക്ക് അവർക്ക് ദാഹജലം കൊടുക്കണം. ഇതുപോലെ മനുഷ്യൻ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് യേശു ക്രിസ്തുവിനെ അവന് വേണമെന്നുള്ളത്. മതപ്രചരണമല്ല, ഒരു സംഘടനയെ കുറിച്ച് പറയുക അല്ല. കാരണം യേശുവാണ് സകല മനുഷ്യന്റെയും ആശ്വാസം, സമാധാനം. അവരുടെ ഹൃദയത്തിന് ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും കിട്ടുവാൻ ഇനിയും പോട്ട് അതിലെല്ലാം ഉപരിയായി പിശാചിന്റെ ബന്ധനങ്ങളിൽ നിന്നും പിശാചിന്റെ കുരുക്കുകളിൽ നിന്നും അവനുണ്ടാക്കുന്ന നാശകൊള്ളികളിൽ നിന്നും രക്ഷ നേടാൻ ഒരു വഴിയേ ഉള്ളൂ. അത് യേശുവിന്റെ നാമമാണ്, യേശുവിനുള്ള വിശ്വാസമാണ്. യേശുവിനെ ഒഴിച്ച് എവിടെ പോയാലും മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ദാഹം ശമിക്കുകയില്ല. അനേകരെന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? അനേകരും എന്തുകൊണ്ടാണ് ലഹരിയുടെ പുറകെ പോകുന്നത്? എന്തുകൊണ്ടാണ് കള്ളിന്റെയും കഞ്ചാവിന്റെയും ദുർനടപ്പുകളുടെയും നിശാക്ലബുകളുടെയും ഒക്കെ പുറകെ പോകുന്നത്? എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒന്ന് വേണം, അവർക്കൊരാവേശം, അവർക്ക് ചില കാര്യങ്ങൾ. കാരണം അവരുടെ ഉള്ളിൽ വിശപ്പാണ്, അവരുടെ ഉള്ളിൽ ദാഹമാണ്, അവർക്ക് വേണ്ടത് കിട്ടിയിട്ടില്ല. അവരോട് യേശുവിന്റെ സത്യ സുവിശേഷം പറയേണ്ട ഉത്തരവാദിത്വം സുവിശേഷ വേലക്കാരെന്ന് ഉള്ളവർ അവർ അത് ചെയ്യുന്നില്ലെങ്കിൽ അവര് ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ യേശുവിനെ അറിഞ്ഞുവെങ്കിൽ, നമ്മൾ യേശുവിനെ അനുഭവിക്കുന്നു എങ്കിൽ, യേശുവിൽ കൂടെ നമ്മൾ അനുഭവിക്കുന്ന നിത്യരക്ഷയും പാപക്ഷമയും വിശുദ്ധ ജീവിതവും നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുവെങ്കിൽ, നമുക്കത് എങ്ങനെ മറ്റുള്ളവരോട് പറയാതിരിക്കാൻ കഴിയും? ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഗ്രോസറി കടയിൽ പോകുമ്പോൾ അവിടുന്ന് സാധാരണ വാങ്ങിക്കുന്ന ചില സാധനങ്ങൾ 50% വില കുറച്ച് വിൽക്കുന്നുവെന്നിരിക്കട്ടെ. ഞാൻ സാധാരണ പറയുന്ന ഉദാഹരണമാണ്. ഒന്നുകിൽ ഫിഷ്, അല്ലെ റൈസ്, മറ്റെന്തുമായിക്കൊള്ളട്ടെ, അത് 50% കുറച്ചു കൊടുക്കുന്നു ഒരു കടയിൽ. നമ്മൾ പോയി ആവശ്യം പോലെ വാങ്ങിക്കും. പക്ഷെ നമ്മുടെ കൂട്ടുകാരോടും ചർച്ചക്കാരോടും വിളിച്ചു പറയത്തില്ലേ? പറയുമോ? പറയാത്തവൻ ഒരു അധമനാണ്. അല്ലേ? സത്യമല്ലേ? ഒരു അധമനാണ്. അവിടെ ഹൃദയം വളരെ പൈശാചികമാണ്. നമ്മളെല്ലാവരും പറയും, നമ്മുടെ കൂട്ടുകാരോടും ചർച്ചക്കാരോടും പറയും, കുഞ്ഞുങ്ങളെ, മോളെ, മോനെ, മക്കളെ, അച്ചായ, അമ്മാമേ, ഇന്നടത്ത് ഇന്ന ഗ്രോസറി സാധനം വിലക്കുറവുണ്ട്, പോയി വാങ്ങിച്ചോ, 2-3 ദിവസം കൂടെ ഉള്ളൂ, അല്ലേ? നമ്മൾ പറയത്തില്ലേ? അങ്ങനെങ്കിൽ അതിനേക്കാളിലും അത്യാവശ്യമായി വിളിച്ചു പറയേണ്ട ഒരു കാര്യമാണ് പാപക്ഷമ കിട്ടുന്ന ഒരിടമുണ്ട്, നിത്യജീവൻ കിട്ടുന്ന ഒരിടമുണ്ട്, ആശ്വാസം കിട്ടുന്ന ഒരിടമുണ്ട്, രോഗശാന്തി കിട്ടുന്ന ഒരിടമുണ്ട്, മരണത്തിന് ശേഷം ഒരു നിത്യതയുണ്ട്. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ വിശ്വസിച്ചു കൊള്ളൂ. നമ്മുടെ
കുഴി കൊണ്ടും അടക്കം കൊണ്ടും മരണം കൊണ്ടും അവസാനിക്കാത്ത മരണത്തിനപ്പുറമുള്ള ഒരു സ്ഥലമുണ്ട്, ഒരു ദേശമുണ്ട്. അതൊരു നിത്യതയാണ്, അത് അന്തമില്ലാത്തൊരു കാലഘട്ടമാണ്. അത് യേശു ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടെ, ആ വിശ്വാസത്തിൽ കൂടെ ആ രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതൊരു ഗുഡ് ന്യൂസ് ആണ്. അതിന് 50% കിഴിവല്ല, 25% ഡിസ്കൗണ്ട് അല്ല, 100% ഡിസ്കൗണ്ട് ആണ്. അതിന് വിലയില്ലാഞ്ഞിട്ടേന്, അതിന് വിലയുണ്ട്. അത് യേശു കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അത് കാൽവരി കുരിശിൽ നമ്മളത് വിശ്വസിച്ച്, യേശുവേ അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചല്ലോ, അത് ഞാൻ അറിഞ്ഞില്ല. യേശുവേ അങ്ങ് എന്റെ ഉള്ളിൽ വരുമോ, ഞാൻ അറിഞ്ഞില്ല അങ്ങേ. എനിക്കൊരു മാനസാന്തരം വേണം. ഞാൻ പാപത്തിന്റെ വഴിയിൽ പോയിരുന്നു, പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ യേശുവേ. അങ്ങന്റെ രക്ഷിതാവാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങന്റെ ഉള്ളിൽ വരണമേ എന്ന് സ്വീകരിക്കുവാൻ നമ്മൾ എത്ര പേരോട് ഇത് പറയാൻ നമുക്കൊരു വെമ്പലുണ്ടെന്നേ, ഒരാവേശമുണ്ടെന്നേ. ഭയമാണോ? വല്ലവരും നമ്മളെ തല്ലിക്കൊല്ലുമെന്ന് പേടിയാണോ? മറ്റുള്ളവർ നമ്മളെ ചീത്ത വിളിക്കുമെന്നോ നമ്മളെ വെറുക്കുമെന്നും പേടിയാന്നോ? എന്റെ പൊന്നെ, അങ്ങനൊന്നും നമുക്കൊന്നും ജീവിക്കാനൊക്കത്തില്ലെന്നേ. മറ്റുള്ളവർ വെറുക്കുന്നേ വെറുത്തോട്ടെ. മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കാതിരിക്കുന്നത് സംസാരിച്ചോട്ടെ. പക്ഷെ നമ്മുടെ കർത്താവിനെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പാട് അനുഭവിച്ചു. അങ്ങനെങ്കിൽ കർത്താവിന്റെ നാമം നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതിന്റെ പേരിൽ നമ്മളൊരു നിന്ന അനുഭവിക്കുന്നെങ്കിൽ അത് സന്തോഷത്തോടെ നമ്മളത് എടുത്തുകൊള്ളൂ. അതിന് പ്രതിഫലമുണ്ടെന്നേ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഈ സുവിശേഷം ദാഹിക്കുന്ന ജനത്തിന് കൊടുക്കണം. അവർക്ക് കൊടുത്തില്ലെങ്കിൽ ഈ ചപ്പും ചവറും അവര് കഴിച്ച് ജീവിച്ച് നശിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കേണ്ട സമയത്ത് ഹെൽത്തി ആഹാരം കൊടുക്കുന്നില്ലെങ്കിൽ, കേട്ടിട്ടില്ല, ജങ്ക് ഫുഡ് അവർ കഴിക്കും. ജങ്ക് ഫുഡ് കഴിച്ച് അവരുടെ ആരോഗ്യം ഇല്ലാതായി തീരും. അതുകൊണ്ട് മാതാപിതാക്കന്മാർ അവർക്ക് പ്രത്യേക ഹെൽത്തി ഫുഡ് കൊടുക്കും. എന്നതുപോലെ തന്നെ ഈ ജനം, ഈ ലോകത്തിലെ പിശാച് കൊടുക്കുന്ന പാപത്തിന്റെ ഫുഡ് കഴിച്ച് 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 അവർ നശിക്കുകയാണ്, നശിച്ചോണ്ടിരിക്കുകയാണ്. പിശാച് അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ സാധാരണ വിളിച്ചു പറയുന്നത്, ഞാൻ സോഷ്യൽ മീഡിയ കൂടെ ആകുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് വിളിച്ചു പറയാമല്ലോ. കാരണം സത്യം എന്ന് പറഞ്ഞ് നമുക്ക് എന്തും വിളിച്ചു പറയാനൊക്കത്തില്ല. വചനത്തിൽ കൃത്യമായിട്ടുള്ളതേ പറയാനൊക്കത്തുള്ളൂ. മനുഷ്യൻ ആവശ്യമുള്ളത് സുവിശേഷമാണ്, യേശുവിനെയാണ്. യേശു വന്നുവെങ്കിൽ മാത്രമേ സമാധാനം വരികയുള്ളൂ. ഏത് കുടുംബത്തിനും, ഏത് സഭയ്ക്കും, ഏത് വ്യക്തിക്കും ആവശ്യമുള്ളത് യേശുവാണ്. യേശുവില്ലാതെ എത്ര കാര്യങ്ങൾ തട്ടിക്കൂട്ടിയാലും കാര്യങ്ങൾ ശരിയാകുകയില്ല. നമ്മുടെ രാജ്യങ്ങൾക്ക് ആവശ്യം യേശുവാണ്. ഇന്ത്യക്ക് ആവശ്യം യേശുവാണ്. അമേരിക്കയ്ക്ക് ആവശ്യം യേശു കർത്താവാണ്. UK ആവശ്യം യേശു കർത്താവാണ്. മിഡിൽ ഈസ്റ്റിന് ആവശ്യം യേശു കർത്താവാണ്. ആഫ്രിക്കയ്ക്ക് ആവശ്യം യേശു കർത്താവാണ്. കാനഡയ്ക്ക് ആവശ്യം യേശു കർത്താവാണ്. ഹല്ലേലൂയ. നാം നമ്മുടെ ജീവകാലയളവിൽ കർത്താവിനെ കൊടുക്കുന്നില്ലെങ്കിൽ നാം ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. എനിക്കറിയാം, ഈ സോഷ്യൽ മീഡിയ സൗജന്യമായി കിടക്കുകയാണ്. പലരും പറയാറുണ്ട്, ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും കയറാറില്ല, സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെങ്കിൽ അതിനകത്തൊക്കെ എന്താണ് കാരണം? അതിനകത്ത് ഒത്തിരി അഴുക്ക് കിടപ്പുണ്ടെന്ന് പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, അതിനകത്ത് അഴുക്കുണ്ടെങ്കിൽ നല്ലതിടാനുള്ള അവസരങ്ങളും നമുക്കുണ്ട്. നമ്മളത് 5 പൈസ കൊടുക്കാതെ ഇതിനകത്ത് നല്ലതിട്ട് നിറയ്ക്കാൻ നമുക്ക് കഴിയും. ആരും നമ്മളെ വിലക്കുന്നില്ല. എന്തുകൊണ്ട് നല്ലതിട്ടുകൂടാ? അഴുക്കൊണ്ടത് നോക്കണ്ട, നല്ലത് എന്തുകൊണ്ട് ഇട്ടുകൂടാ? എനിക്ക് 2014 എന്റെ മോൻ വാങ്ങിച്ചു തന്നൊരു ഐപാഡ് ഉണ്ട്. ഒരു മിനി ഐപാഡാണ്. അതിന്റെ ഔട്ട്സൈഡ് കേജൊക്കെ കീറി പോയി തുടങ്ങി.
പക്ഷെ 1 മില്യൺ ആൾക്കാരല്ല അതിൽ കൂടെ സുവിശേഷം കേട്ടിട്ടുള്ളത്. അതിശയോക്തി പറയുകയല്ല. ഏതാണ്ട് 11 വർഷമായി ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതിൽ കൂടെ ഓരോ പ്രാവശ്യവും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഈ വചനം ഒറ്റ ആഴ്ച കൊണ്ട് ഏറ്റവും കുറഞ്ഞത് 1000 പേരെങ്കിലും ലോകത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുക. തന്നെയുമല്ല, അവിടെ നിന്നും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും ഇത് നിങ്ങൾക്ക് മടുപ്പായി തോന്നുന്നുവെങ്കിൽ, അല്ല ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നെങ്കിൽ, നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യണമെന്നേ. അച്ഛന്മാർക്കും അല്ല ഉപദേശിമാർക്കും മാത്രമുള്ള അല്ല സുവിശേഷം. ഇന്നത്തെ സുവിശേഷം പ്രസംഗിക്കേണ്ടവർ തന്നെ നല്ലൊരു ശതമാനം സുവിശേഷം പ്രസംഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഈ ലൈവ് സ്ട്രീമുകള് ഇത് ഞാൻ ഇതിന്റെ അകത്ത് പറയേണ്ടതല്ല, എങ്കിലും ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ കയറി വരിക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുവീന്നല്ലേ പറയുന്നത്. അപ്പൊ കർത്താവിന്റെ വേലയിൽ എങ്ങനെ വർദ്ധിച്ചു വരാമെന്നുള്ള ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് ഞാൻ ഒന്ന് പറയുന്നത്. ഇത് പറയാനിരുന്നതല്ല, പക്ഷെ പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ഫേസ്ബുക്ക് കഴിഞ്ഞ 2 മാസമായി അവരൊരു പുതിയ നിയമം ഉണ്ടാക്കി. ലൈവ് സ്ട്രീമുകൾ കംപ്ലീറ്റ് 30 ദിവസം കഴിഞ്ഞിട്ട് അവരത് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, അപ്പൊ എന്തോ ചെയ്യും? അത് 2 മാസമായുള്ള തുടങ്ങിയിട്ട്. അപ്പൊ എന്റേത് ഇനിയുള്ളതെല്ലാം ഡിലീറ്റഡ് ആയി പോകുമല്ലോ, ഇത്രയും അധ്വാനിച്ചും ഇത്രയും കൂടെ ഇതിന്റെ അകത്തൂടെ കയറ്റിവിട്ടതാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പെട്ടെന്ന് കർത്താവ് എനിക്കൊരു ബുദ്ധി തന്നു. മോനെ, അത് സേവ് ചെയ്യുക, എന്നിട്ട് യൂട്യൂബിലേക്ക് മാറ്റുക. എന്നിട്ട് യൂട്യൂബിൽ ചെന്നിട്ട് യൂട്യൂബിൽ അത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് നീ ആ ലിങ്ക് എടുത്ത് നീ ഫേസ്ബുക്കിലേക്ക് ഇടുക. അപ്പൊ 2 പൊക്കോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. നോക്കിക്കേ, നമുക്ക് ദോഷത്തിനായിട്ട് അല്ലെങ്കിൽ വരുമെന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ ദൈവം എനിക്ക് മറുപടി കാണിച്ചു തന്നു. മോനെ, ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് കൂടുതൽ ആൾക്കാരത് കാണും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഓരോ പ്രാവശ്യവും വരും, എബ്രഹാം നിന്റെ ഡിലീറ്റഡ് ആകും നാളെ 2 ദിവസത്തിനുള്ളിൽ, ഒന്നീ സേവ് ചെയ്തോണം. ഞാൻ സേവ് ചെയ്യും, അത് ഞാൻ യൂട്യൂബിലേക്ക് കയറ്റും. യൂട്യൂബിൽ കയറ്റി 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഫേസ്ബുക്കിലേക്ക് അത് അവിടെ നിന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ, അവിടെ ലൈവ് അല്ലല്ലോ, ഡൗൺലോഡഡ് കണ്ടന്റ് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓക്കെ. ഹല്ലേലൂയ. എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത്? അറ്റ് എനി കോസ്റ്റ്, അറ്റ് എനി പ്രൈസ്, ഗീവ് ദ ഗോസ്പൽ ടു ദ അൺഹേർഡ്. കാരണം എന്റെ സമയം എപ്പോഴാണ് ഈ ഭൂമി തീരുന്നതെന്ന് അറിയത്തില്ല. അതുവരെയും കർത്താവിന്റെ വേലയിൽ ഇവിടെ വായിച്ചിരിക്കുന്ന എന്താണ്? നിങ്ങൾ എപ്പോഴും, ഹല്ലേലൂയ, 58-ാമത്തെ വാക്യം, നിങ്ങൾ കർത്താവിന്റെ വേലയിൽ എപ്പോഴും. ഞായറാഴ്ച ദിവസം രാവിലെ ചർച്ചിൽ പോയി 2 പാട്ട് പാടി 12:30 വീട്ടിൽ വരുന്നതിനെ കുറിച്ച് അല്ലിത് പറയുന്നത്. എപ്പോഴും ചർച്ചിൽ പോകുമ്പോൾ മാത്രമല്ല, നാം മറ്റുള്ള മൺഡേ ത്രൂ ഫ്രൈഡേ വീക്കെൻഡില് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കുന്നത്, എങ്ങനെയായാലും. കാരണം ഇതേ ഉള്ളു സത്യം. ഈ സത്യം സൗജന്യമായി മനുഷ്യന് കൊടുക്കാൻ അവസരമുള്ളപ്പോൾ. നമ്മുടെ അപ്പനമ്മമാരുടെ കാലത്ത് അവർക്ക് ഫേസ്ബുക്ക് ഫ്രീ ഇല്ലായിരുന്നു, അവർക്ക് ഫേസ്ബുക്ക് ഇല്ല, യൂട്യൂബ് ഇല്ലായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ കാലത്ത് ഇത് ഉണ്ടായിരുന്നുവെങ്കിൽ താൻ ഉള്ള സകല സോഷ്യൽ മീഡിയയിലും വന്ന് താൻ പൊതുവിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കുമെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. കാരണം ഇവിടെ യൂസ് ഓൾ ഓപ്പർച്യൂണിറ്റീസ്. അതാണ് എന്റെ പ്രത്യേകത. ദൈവമക്കളെ, ഈ കാലങ്ങളിൽ നമ്മൾ കർത്താവിന് വേണ്ടി ശക്തമായി ചെയ്യാം. സ്ട്രീറ്റിൽ കൂടെ സുവിശേഷമായി നടക്കാം, നെയ്ബർഹുഡിൽ സുവിശേഷമായി കൊണ്ടുവച്ചു വരാം, ജംഗ്ഷനിൽ പോയി സുവിശേഷത്തിന്റെ കാർഡുമായി പിടിച്ചു നിൽക്കാം. എത്ര നൂറുകണക്കിന് അവസരങ്ങളാണ്, നൂറുകണക്കിനുള്ള അവസരങ്ങളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ വേലയിൽ നാം എപ്പോഴും വർദ്ധിച്ചു വരണം. എന്തുകൊണ്ട് ഇതിനൊരു പ്രതിഫലമുണ്ട്, ഇതിനൊരു പ്രതിഫലമുണ്ട്. നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കും. 58-ന്റെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. നിങ്ങൾ കുലുങ്ങരുത്.
നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ. നമ്മൾ അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ഇത് വായിച്ചു വിടുന്നുണ്ടോ? നമ്മളിത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലെന്ന് യേശു പറഞ്ഞത് എന്താണ്? യേശുവിന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് ജലം കുടിക്കാൻ കൊടുത്താൽ അതിന് റിവാർഡ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ നമ്മളത് കുത്തിക്കുറിച്ച് വെക്കുമോ? നമ്മളൊരു പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ കർത്താവ് അതിനു പ്രതിഫലം തരുമെന്ന്. പക്ഷെ കൊടുക്കുന്നത് ദൈവസ്നേഹത്തിലായിരിക്കണമെന്നുള്ളതേ ഉള്ളൂ. ദൈവസ്നേഹത്തിൽ ചെയ്യുന്ന എന്തിനും, അതാണ് ഓർത്തിരിക്കേണ്ടത്, ദൈവസ്നേഹത്തിൽ ചെയ്യുന്ന ഏത് കൊച്ചു കാര്യം മുതല് വലിയ കാര്യം വരെയും അതിന് പ്രതിഫലമുണ്ട്. ഇവിടെയുമുണ്ട്, സ്വർഗത്തിലുമുണ്ട്. ഉണ്ടെന്നേ വേദപുസ്തകം പറയുന്നു. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നെങ്കിലും നാമേൻ പറഞ്ഞാട്ട്. നമുക്ക് ചെയ്യാത്തവർ ചെയ്യാൻ ഒരു ഉത്സാഹം വരട്ടെ. ഹല്ലേലൂയ. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. നമ്മുടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ഉറപ്പിനെ ഇളക്കാൻ പലപ്പോഴും പലയിടത്തും പലത് പേർ വന്നിട്ടില്ലേ? ഒരുപക്ഷെ നാം പോകുന്ന സഭയിലായിരിക്കാം ഓരോ പ്രശ്നങ്ങൾ. ഒരു കൂട്ടം തരം ചർച്ചിൽ ആരാധിക്കാനായിട്ട് കടന്നു വരും. ഒരു കൂട്ടർ എപ്പോഴും ഉടക്കും വഴക്കും വിദ്വേഷം ഉണ്ടാക്കാൻ കടന്നു വരും. കണ്ടിട്ടില്ലേ? എപ്പോ വന്നാലും അവരുടെ വായിൽ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ ഡിവൈഡ് ചെയ്ത് സംസാരിക്കുക. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് മറ്റുള്ളവരങ്ങ് ക്ഷീണിച്ചു പോകും. ചിലര് സഭ വിട്ടങ്ങ് പോകും. ഇന്നത്തെ തലമുറകളൊക്കെ ചർച്ചിൽ നിന്നൊക്കെ പോകാനുള്ള കാരണം സഭകൾക്കകത്തുള്ള പലപ്പോഴും ഡിസ്പ്യൂട്ടുകളാണ്. ഒന്ന് ക്ഷമിക്കാൻ മനസ്സില്ലാത്തവർ, ഒന്ന് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത തലമുറകൾ, അവർ മുഖാന്തരം അതും ഒരു പിശാചിന്റെ തന്ത്രമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ടായാലും നമ്മൾ എന്തു ചെയ്യണം? ഉറപ്പുള്ളവരായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നാം ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്ന ഒരുപക്ഷെ അവർ അനുസരിക്കുന്നില്ലായിരിക്കാം. നമ്മുടെ പ്രതീക്ഷയിൽ അവർ പോകുന്നില്ലായിരിക്കാം. അവർക്ക് അവരുടെ ഒരു വഴിയായിരിക്കാം. അവർക്ക് ഈ ലോകത്തിന്റെ സംസ്കാരം അനുസരിച്ചുള്ള ഒരു പോക്കായിരിക്കാം. എന്നാലും നമ്മൾ ഇളകിപ്പോകരുത്. ഡു നോട്ട് ഷേക്ക്. Stand firm on the faith on which we are having. Be strong in the faith. അതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കണം. പല അന്ധകാര ശക്തികൾ, ഈവിൾ ഫോഴ്സുകൾ നമ്മളെ ഷേക്ക് ചെയ്യാൻ വരും. Be strong on the foundation and the connection and the faith with Lord Jesus Christ. ഇളകരുത്, കുലുങ്ങരുത്. എന്നിട്ട് എന്തുവാ? നിങ്ങളുടെ കാരണമുണ്ട്. നിങ്ങളുടെ പ്രയത്നം എന്താണ് സംഭവിക്കുന്നത്? കർത്താവിൽ വ്യർത്ഥമല്ല. നാം ഈ ജീവിക്കുന്നതിന്, നാം ഈ സഹിക്കുന്നതിന്, നാം കണ്ണുനീരൊഴുക്കുന്നതിന് ഒക്കെ പ്രതിഫലമുണ്ട്. മക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ വേദനയുണ്ടാകുന്ന പല കാര്യങ്ങൾ സംഭവിച്ചെന്നിരിക്കാം. നാം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ തലമുറകൾ ഏറ്റെടുത്തില്ലെന്നില്ലായിരിക്കാം. നാം ചില ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ഏറ്റെടുത്തെന്നിരിക്കില്ല. ചിലപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ബോസ്റ്റൺ പ്രയലനിൽ പണ്ടൊക്കെ പ്രസംഗിക്കുമ്പോൾ ധാരാളം ആൾക്കാരായിരുന്നു. പക്ഷേ ഒരു കൂട്ടർ അവരുടെ ജീവിതത്തെ എപ്പോഴും സമർപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കൂട്ടർ അനങ്ങത്തില്ല. They pretend that they didn't hear it. എന്നിട്ട് ചിലർ പ്രൈവറ്റ് ആയിട്ട് വിളിക്കും. ഞാൻ പറയുന്ന സുവിശേഷം കേൾക്കുമ്പോൾ, യേശുവിന്റെ നാമത്തെ കുറിച്ച് കേൾക്കുമ്പോൾ സമർപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, നാം കർത്താവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ ബി സ്ട്രോങ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ആൻഡ് കൺസിസ്റ്റന്റ്. നെവർ മൂവ്. ഹല്ലേലൂയ. കാരണം ഇതിനൊരു പ്രതിഫലമുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുവി. ഞാനിപ്പോ ഈ മെസ്സേജ് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി കയറി കിടന്ന് ഉറങ്ങാൻ പോകല്ല. ഇന്നത്തെ രാത്രി കിടക്കുന്നതിന് മുമ്പ്
എവിടെ വരെയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ഇഫ് ഐ ക്യാൻ ഷെയർ ദിസ് ഗോസ്പൽ ടു സംവൺ, my heart is craving for it. When I am driving, when I go to the workplace, or when I go to the shopping mall, wherever, I'm looking for an opportunity if I can share the gospel to someone, whether the person is accepting or not. Hallelujah. പക്ഷെ ആദ്യം പോയി നീ മാനസാന്തരപ്പെടണമെന്നല്ല നമ്മൾ പറയുന്നത്. അവരുമായിട്ടുള്ള ആ സ്നേഹം, അവരിലേക്ക് നമ്മൾ സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ്. How are you doing, brother? How are you doing, sister? Can I pray for you? If you have any prayer request, if any prayer matters, if anything, because sometimes they may be so much anxious. Why you want to pray for me? അപ്പോൾ നമുക്ക് പറയാം, no, the Jesus Christ which is living in me, prompting me to just pray for you. If you have anything, because I believe God can answer your matters. അപ്പൊ അവരുടെ ഹൃദയത്തിൽ നീറിപ്പുകഞ്ഞിരിക്കുകയായിരിക്കും. അത് ഷോപ്പിംഗ് മാൾ ആയാലും അത് പാർക്കിംഗ് ലോട്ടായാലും അവിടെ നിന്നുകൊണ്ട് 2 സെന്റൻസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കയ്യിലൊരു ട്രാക്ടറുടെ അത് കൊടുത്താൽ മതി. അതിന് പ്രതിഫലമുണ്ടെന്നേ. ആ ധൈര്യം എവിടുന്ന് കിട്ടുന്നതാണ്? അതിന് പരിശുദ്ധാത്മാവ് തരുന്നതാണെന്നേ. ഹല്ലേലൂയ. നമ്മൾ അടുത്ത നിമിഷം ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയാൽ, ഒരു ട്രാഫിക് ആക്സിഡന്റ് മരിച്ചുപോയി, ആരാ നമ്മളെ സൂക്ഷിക്കുന്നത്? ദൈവമല്ലേ നമ്മളെ സൂക്ഷിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് ശ്വാസമുള്ള കാലത്തോളം കർത്താവിന് വേണ്ടി നിൽക്കുക. കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ബിക്കോസ് they didn't die for us, for our salvation. നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത നമ്മുടെ കർത്താവാണ്. So stand firmly for our Savior Lord Jesus Christ. ഇതിന്റെ തൊട്ടുമുകളിൽ ആ പാരഗ്രാഫിൽ 3 സ്പെസിഫിക് കാര്യം പറയുന്നുണ്ട്. നമ്മൾ മരണത്തെ വെല്ലുവിളിക്കുന്ന ഒരു ദിവസമുണ്ട്. മരണത്തെ, ഹേ മരണമേ, നീ വിചാരിച്ചു എന്നെ നിനക്ക് ഒതുക്കി വെക്കാമെന്ന്, നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞ് അതിനെ തിരിച്ചു ചോദിച്ച് നമ്മൾ വെല്ലുവിളിക്കുന്ന ഒരു ദിവസമുണ്ട് മരണത്തിനപ്പുറം. കാരണം കർത്താവ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസമുണ്ട്. ആ 1 Corinthians chapter 15 നമ്മൾ വായിച്ചതിന്റെ അകത്ത് 3 കാര്യം 3 ആഴ്ച ചിന്തിച്ചതായിരുന്നു. രൂപാന്തരപ്പെട്ടവർ കർത്താവിന്റെ വരവിങ്കൽ മുഴുവനായി രൂപാന്തരപ്പെടും. The transformed will be completely transformed. ഇവിടെ രൂപാന്തര അനുഭവത്തിൽ ജീവിച്ചവർക്കാണ് ദൈവം ഒരു രൂപാന്തരം കൊടുക്കാൻ പോകുന്ന. ശരീരത്തിന്റെ രൂപാന്തരം വരുത്തുന്നു. ട്രാൻസ്ഫോംഡ് ബോഡി. അത് കർത്താവ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ ആഴ്ച നമ്മൾ ചിന്തിച്ച് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. So in order to die in Jesus Christ, we need to live in Christ and stand for Christ and live for Christ. Then such people who are dying will be resurrected when the trumpet of the Lord shall sound. 1 Thessalonians 4:16. അപ്പൊ ക്രിസ്തുവിൽ മരിച്ച ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ വെറുതെ ഇരിക്കുകയാണോ? നമുക്ക് എന്തുകൊണ്ട് കൈയടിച്ച് നമ്മുടെ കർത്താവിന് സ്തോത്രം, മഹത്വം, കർത്താവേ നന്ദി നന്ദി നന്ദി, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്കായി നന്ദി എന്ന് പറ. ഹല്ലേലൂയ. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് the immortality and the imperishability and immortality. ഇത് കർത്താവ് നമുക്ക് തരിക. ആ സ്യൂട്ട് നമുക്ക് തരുകയാണ്. ആ ഡിവിനിറ്റി, ആ ഡിവൈൻ പാക്കേജ്, ഡിവൈൻ ക്ലോത്ത് നമുക്ക് തരുകയാണ്. ടെറസ്ട്രിയലായ കാര്യങ്ങൾ is getting off and we are getting the imperishable divine cloth and immortality will come upon us and wrap us. And that's the third thing. ഇത് ജോക്കല്ല, is serious, is it real. എന്നിട്ട് നമ്മൾ മരണത്തെ നമ്മൾ ചലഞ്ച് ചെയ്യുന്ന ദിവസമുണ്ട്. കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ നാം രൂപാന്തരപ്പെടുമെന്നേ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിൽ മരിച്ചവർ കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം കണ്ണിമയ്ക്കുന്നതിന്, കണ്ണടച്ച് തുറക്കുന്നതിന് എത്ര നേരം വേണം? നാം രൂപാന്തരപ്പെടും, നാം എടുക്കപ്പെടും. വിശ്വസിക്കുന്നില്ലയോ? ഈ വചനം വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവിന് നന്ദി പറയണം. ഇത് മറ്റുള്ളവരോട് പറയണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, നിങ്ങൾ കുലുങ്ങരുത് വിശ്വാസത്തിൽ,
നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. There is a reward going on. Hallelujah. ഒരു വാക്ക് ഞാൻ കാണിച്ചു തരാം. 2 Corinthians 5:10 ഒന്ന് വായിച്ചുകൊള്ളൂ. 2 Corinthians 5:10. Hallelujah. Thank you, Jesus. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ Yes. ചെയ്തത് നല്ലതാകിലും തീയതാകിലും ആ. അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. കേട്ടല്ലോ. ഇത് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് ശരീരത്തിൽ 10-ാം വാക്യം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇത് ന്യായവിധി ദിവസമല്ല, നമുക്കറിയാമല്ലോ. ഇത് പ്രതിഫലം കൊടുക്കുന്ന ക്രൈസ്റ്റ് ജഡ്ജ്മെന്റ് ത്രോണാണിത്. ഇവിടെ ദൈവമക്കൾ മാത്രമേ വരൂ. അതാണ് രസം. മറ്റേത് ദൈവമക്കൾ അല്ലാത്തവർ, യേശുവിനെ കൂടാതെ മരിച്ചവർ, ഇവിടെ തല്ലിപ്പൊളി ജീവിതം ചെയ്ത് ചർച്ചിൽ വഴക്കുമുണ്ടാക്കി അവിടെ തോന്നിവാസം നടന്നവർ, they will be left behind. They will not resurrect. അവർ വെള്ളസിംഹ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് റെവലേഷൻ ചാപ്റ്റർ 20 അവിടെയാ ഉയർക്കുന്നത്. മനസ്സിലാകുന്നല്ലോ. ഇത് ദൈവമക്കളെ അപ്പിയർ ചെയ്യുന്ന ജീസസ് ക്രൈസ്റ്റിന്റെ ജഡ്ജ്മെന്റ് ത്രോണാണ്. ഇത് പ്രതിഫലം കൊടുക്കുന്ന സ്ഥലമാണ്. നാം ചെയ്ത ഓരോ പ്രവൃത്തികൾക്ക് നോക്കിക്കേ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, ദൈവമക്കളെ നമ്മളിപ്പോൾ ശരീരത്തിലിരിക്കുകയല്ലേ, ഇപ്പോൾ ചെയ്തതിന് നല്ലതാണേൽ അതിന്, നല്ലതല്ലെങ്കിൽ അതിനില്ല. മനസ്സിലാകുന്നുണ്ടോ? I hope you understand what is the Holy Spirit is talking through the scripture. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും. നമ്മൾ കർത്താവിന് വേണ്ടി വല്ലതും സാക്ഷി പറയാനും കൈയടിച്ചു പാടാനും അടുത്ത ഞായറാഴ്ചക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണോ? അടുത്ത ഞായറാഴ്ച കിട്ടുമെന്ന് ആർക്കറിയാം? വീക്കെൻഡ് കിട്ടാൻ നോക്കിയിരിക്കുകയാണോ? വീക്കെൻഡ് ഉണ്ടെന്ന് ആര് പറഞ്ഞു? ദൈവം തന്നേലേ ഉള്ളൂ. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നത് അവസാനത്തെ ഉറക്കമാണെങ്കിലോ, ഇന്ന് നമ്മുടെ ലൈഫിലെ ആ അവസാനത്തെ ഡേ ആണെങ്കിലോ, ദൈവം തന്നേലേ ഉള്ളൂ. God is one giving us every single moment, every hour, every day, every week. Spend the time wisely, consciously, respectfully. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കുന്ന ഒരു ദിവസം നാം വിശ്വസിക്കുന്നുണ്ടോ? ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ ബുധനാഴ്ച ഇതിനകത്ത് വന്ന് വചനം ശുശ്രൂഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ വരില്ല. എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകാം. പക്ഷെ I do believe in Jesus Christ. I want to share this gospel to someone who never heard about it. യേശുവിന്റെ നാമം ചെയ്യാം. താങ്ക് യു ജീസസ്. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. നമ്മുടെ പ്രയത്നം ഏതെല്ലാം ഫീൽഡിൽ, ഞാൻ പല കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. എന്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കട്ടെ. ഒന്ന്, നമ്മുടെ വിശുദ്ധ ജീവിതം അത് വ്യർത്ഥമല്ല, അതിന് പ്രതിഫലമുണ്ട്. വിശുദ്ധ വെറുതെയുള്ള ജീവിതമല്ല, എങ്ങനെയും ജീവിക്കുകയല്ല. കർത്താവിന് വേണ്ടി ജീവിക്കുന്ന വിശുദ്ധ ജീവിതത്തിന് ആരും കൂടില്ലെങ്കിലും, ആര് നിന്ദിച്ചാലും, ആര് റെഡിക്യൂൾ ചെയ്താലും, സ്റ്റാൻഡ് ഫേം ഓൺ അവർ ഫെയ്ത്ത് അണ്ടിൽ ദ ലാസ്റ്റ് ബ്രെത്ത്. ജീവിത വിശുദ്ധിയുള്ള ജീവിതത്തിന് ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തിനായി നമ്മൾ ഒരുക്കിക്കൊള്ളും. ഈ ഭൂമിയിലും കർത്താവ് ഇത് നൽകിത്തരും. സമാധാനത്തിന്റെ വഴി അന്വേഷിക്കുന്നവർക്ക് ഒരു പ്രത്യേക വഴിയുണ്ട്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എവിടെ നോക്കിയാലും പ്രോബ്ലമാറ്റിക് അല്ലേ? സം പീപ്പിൾ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ക്രിയേറ്റിംഗ് പ്രോബ്ലം അല്ലേ? കണ്ടിട്ടുണ്ടല്ലോ, എവരിവെയർ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. പക്ഷേ എല്ലായിടത്തും നമ്മളൊരു
പീസ് മേക്കേഴ്സ് ആകണം. എപ്പോഴും എവിടെയാണേലും ഹൗ ഐ ക്യാൻ ബി എ ബ്ലെസ്സിങ്, ഹൗ ഐ ക്യാൻ ബി എ പീസ്, ഹൗ ഐ ക്യാൻ ബി എ ബ്ലെസ്സിങ് ആൻഡ് കംഫർട്ട് ടു അതേഴ്സ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ത്രൂ അവർ വേർഡ്സ്, ത്രൂ അവർ ആക്ഷൻസ്, ത്രൂ അവർ ഫിസിക്കൽ ബോഡി സ്റ്റൈൽ, ത്രൂ അവർ ആക്ഷൻസ് can we be a blessing and a comfort and a peace to others. Otherwise, what is the meaning of Christian life? നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു കംഫർട്ട് അല്ലെങ്കിൽ, ഒരു പീസ് അല്ലെങ്കിൽ, എന്തിന് ക്രിസ്ത്യൻ എന്ന് പറയുന്നു, എന്തിന് ചൈൽഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നു? എങ്ങനെ how we can make a peace to other people? First of all, we should have the presence of Christ in us. The secret is the presence of God living in us make us to be peaceful with other people. Because the gospel that we have is giving us the peace with God. And the same gospel can give peace to the people. എല്ലായിടത്തും problematic ആണ്. In the midst of problematic world, the problem, the children of God are supposed to give peace to the neighbors and to our community. നമ്മുടെ ചർച്ചിലായാലും നമ്മുടെ വീട്ടിലായാലും നാം ഒരു പീസ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ, if we are not giving comfort to other people, devil is misusing us. Devil will misuse us. ഓർത്തിരിക്കണം, നമ്മളെ തന്നെ സെൽഫ് ചെക്ക് ചെയ്യണം. Am I a comforting person? Am I a role model? Am I living by the spirit-filled life? Holy Spirit in the fruit എന്നിലുണ്ടോ? Or Holy Spirit is grieving about me? Peacemakers. ഈ സന്തോഷത്തിന്റെ വാർത്ത മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ചിലക്ക് എന്നാന്ന് ചോദിച്ചാൽ ചിലക്ക് സം ടൈറ്റിൽസ് ആണ്. എനിക്ക് ഇന്ന ടൈറ്റിൽ ഉണ്ട്, എനിക്ക് ഇന്ന ടൈറ്റിൽ ഉണ്ട്, ഐ ഹാവ് സോ ആൻഡ് സോ പൊസിഷൻ, സോ ഐ കനോട്ട്. They keep on that title. They are on that position. They don't want to come down. യേശു ക്രിസ്തുവിനെ നോക്കണം അവർ. എന്നെ ടൈറ്റിൽ ഉണ്ടല്ലോ, നമ്മുടെ യേശു ക്രിസ്തുവിന് അത്ര ടൈറ്റിൽ ഉള്ളത് ആരുണ്ട് ഈ ഭൂമി? എല്ലാ ടൈറ്റിലിനായി നന്ദി, പക്ഷെ ടൈറ്റിൽ ഉപയോഗിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമം ജയം. എന്റെ വാക്ക് ഞാൻ ഇവിടെ നിർത്തട്ടെ. എനിക്ക് അടുത്തൊരു നിമിഷം കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ സത്യസുവിശേഷം പറയുക. പറയുന്നില്ലെങ്കിൽ അല്ലയോ കഷ്ടം. അതല്ലേ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, എനിക്ക് എന്തെങ്കിലും റിവാർഡ് കിട്ടുമോ എന്ന് വിചാരിച്ചല്ല പൗലോസ് സുവിശേഷ പ്രവൃത്തി ചെയ്തത്. താൻ സഭകൾ സ്ഥാപിക്കുന്നു, സുവിശേഷം പറയുന്നു, താൻ പോയി മുള കൊണ്ടും മറ്റേ തടി കൊണ്ടും തടികളൊക്കെ എടുത്ത് കൂടാരപ്പണി ചെയ്ത് മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയാണ്, സേവനം ചെയ്യുകയാണ്. നോക്കിക്കേ, ജോലിയും ചെയ്യുന്നു, വേലയും ചെയ്യുന്നു, കർത്താവിന്റെ വേലയും ചെയ്യുന്നു. എന്നിട്ട് പറയാ എനിക്കെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല, അറ്റ് എനി കോസ്റ്റ് നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. നമ്മുടെ മേൽ ഈ നിർബന്ധമുണ്ടോ? യേശുവിനെ അറിയാത്തവർക്ക് യേശുവിനെ കൊടുക്കുന്നത് എപ്പോഴും പ്രസംഗിച്ചു മാത്രമല്ല, നമ്മുടെ മാതൃകാ ജീവിതം കൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാക്കുന്ന അനുഭവത്തിൽ കൂടെ, വാക്കുകളിൽ കൂടെ. നമ്മളിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഒരു സമാധാനമായിരിക്കും, നമ്മളൊരു ആശ്വാസമായിരിക്കും. നമ്മൾ ആർക്കും ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആകത്തില്ല, നമ്മൾ ആർക്കും ഒരു ഹെഡേക്ക് ആകത്തില്ല. നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ ചർച്ചിലോ നമ്മുടെ ഫാമിലിയിലോ നമ്മളൊരു ഹെഡേക്ക് ആകത്തില്ല. കാരണം ദൈവത്തിന്റെ പ്രസൻസ് തന്നെ നമ്മളിൽ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിന്ന് വായിച്ച വചനം പറയുന്നത്. എന്തായിരുന്നു നമ്മൾ വായിച്ചത്? ആ ഭാഗത്തിലേക്ക് മടങ്ങി വന്ന് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുക. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരെ കുടുങ്ങാത്തരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിന് വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ എപ്പോഴും ഡോണ്ട് വെയിറ്റ് ഫോർ നെക്സ്റ്റ് സൺഡേ. അടുത്ത സൺഡേ കർത്താവിനെ ആരാധിക്കാം, പ്രസംഗിക്കാമെന്ന് വിചാരിച്ചിരിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്. അടുത്ത സൺഡേ കിട്ടുമെന്ന് ആരറിഞ്ഞു? എപ്പോഴും എന്നാ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവിൻ. നമ്മളിപ്പോൾ ഈ കൃഷിയൊക്കെ ചെയ്ത സമയമല്ലേ? ഞാൻ വലിയ കൃഷിക്കാരനൊന്നുമല്ല, ഞാൻ സുവിശേഷ വേലക്കാരന്റെ മോനാ. ഞാനും കർത്താവിന്റെ വേല ചെയ്യുന്നു. എന്നാലും നമ്മളൊക്കെ പുറകിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ യാടി ഇട്ടെന്നിരിക്കും. നമ്മളൊരു പയറോ വെണ്ടയോ ഇട്ടിട്ട്
നമ്മൾ എല്ലാ ദിവസവും പോയി അത് നോക്കത്തില്ലേ അതിന്റെ ഇല വരുന്നുണ്ടോന്ന്. ഇന്നലത്തേനേക്കാൾ ഇന്ന് ഇല വന്നു, അത് വള്ളി വീശി, അതിന് പൂ വന്നു, അതിന് കാ വന്നു പറയുമ്പോ എന്തോ ഒരു സന്തോഷമാ. എല്ലാ ദിവസവും നമ്മള് ഒരു വളർച്ച നമ്മുടെ വെജിറ്റബിൾസിന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ? എന്നാൽ ഒന്നോ രണ്ടോ എണ്ണം നമ്മൾ ഇട്ടു, കുഴിച്ചിട്ടു, മുള വന്ന് അവിടെ നിൽക്കുക, നമുക്ക് എന്തോ തോന്നും, നമ്മൾ വലിച്ചു പറിച്ച് ട്രാഷിക്കളയും. നാം കർത്താവിനെ അറിഞ്ഞിട്ട് എത്ര നാളായി? കർത്താവിന്റെ വിലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണമെന്ന് പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ കർത്താവിന്റെ വിലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവീൻ. അത് ഇന്ന് ഉച്ച കഴിഞ്ഞും, ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പും, നാളെയും നാളെ കഴിഞ്ഞും ആയുസുണ്ടെങ്കിൽ എപ്പോഴും കൂട്ടായ്മയിൽ കൂടെ മാത്രമല്ല, സൺഡേ സർവീസിൽ കൂടെ മാത്രമല്ല, പ്രസംഗിക്കാൻ പോഡിയം കിട്ടുമ്പോ മാത്രമല്ല, എപ്പോഴും എവിടെയും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവീൻ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. സമയം ഒത്തിരി കഴിഞ്ഞു, ഞാനിവിടെ നിർത്തട്ടെ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അണിവറളം നനയ്ക്കിയാൽ മതി. ഇത് വേറെ ഒരു 10,000 പേരുടെ കാണും. മനസ്സിലാകുന്നുണ്ടോ? അത് കർത്താവിന്റെ വേലയാണ്. ഇത് ഒന്ന് എടുത്ത് നിങ്ങളുടെ എല്ലാവർക്കും ഉണ്ടല്ലോ വാട്സാപ്പ്, അതിനകത്തൊരു 10 ഷെയർ ചെയ്താൽ അതും കർത്താവിന്റെ വേല. അണിവറളൊന്ന് അനയ്ക്കിയാൽ മതി. നമുക്ക് ചെയ്യാം, ചെയ്യാതെ വിധിക്കാം. എന്നെ ഉയർത്താനല്ല, എന്റെ പേരല്ല, എന്റെ പേര് ആരോടും പറഞ്ഞില്ലേലും ഒരു കുഴപ്പമില്ല. എന്റെ കർത്താവിനെ ഒന്ന് അറിഞ്ഞാൽ മതി. എനിക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ ഒന്ന് അറിഞ്ഞാൽ മതി. ഈ പ്രസംഗം കൊണ്ട് 1000കണക്കിന് ആൾക്കാർ നിത്യതയിലൊന്ന് വരയണം. അതാണ് എന്റെ താല്പര്യം. ഞാൻ ഈ 14 വർഷമായി ചെയ്യുന്നതിന്റെ ഈ സർവീസിന്റെ ഔട്ട്കം, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്റെ കർത്താവ് ആത്മാക്കളെ എന്റെ മുന്നേ കൊണ്ട കാണിക്കും. എനിക്കിപ്പം കണക്കൊന്നുമില്ല, ധാരാളമുണ്ട്, പക്ഷെ ഒന്നും എനിക്കത് വേണ്ട. നിത്യതയിൽ ചെല്ലുമ്പോൾ എന്റെ കർത്താവ്, മോനെ നീ 14 വർഷം ഇങ്ങനെ ചെയ്തതിന്റെ ആത്മാക്കൾ ഇതേ നിൽക്കുന്നു എന്ന് പറഞ്ഞു എന്റെ മുന്നേ കാണിക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ നിത്യതയിൽ എന്തുമാത്രം ഞാൻ കർത്താവിനെ സ്തുതിക്കും. ദൈവം ഇതിനൊന്നും യോഗ്യതയില്ലായിരുന്നു എന്നെ ദൈവം എന്നെ ഉപയോഗിച്ചല്ലോ. ബോസ്റ്റൺ പ്രയർ ലൈൻ ആരംഭിച്ചതും അതിന്റെ പ്രവൃത്തികളൊക്കെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയും. ഇതിനകത്തെ പ്രയർ ലീഡേഴ്സിനെ ഒക്കെ ഓർത്ത് കർത്താവിന് നന്ദി പറയും. ആട്ടെ, ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇവിടുത്തെ ഞാൻ സെൽഫോണിൽ കൂടെയാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് അധികം സമയമില്ല. എന്നിട്ടും 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് നിർത്തട്ടെ. യേശു കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാവരുടെ മേലെ ദൈവത്തിന്റെ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമല്ല. ഇതിലൊരു പ്രതിഫലമുണ്ട്. മരണത്തെ ജയിച്ച് നിത്യതയിലായിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇമ്മോർട്ടാലിറ്റി, ഓ ഹല്ലേലൂയ, ഇംപെരിഷബിലിറ്റി ഞങ്ങൾക്ക് ലഭിക്കുന്നൊരു ദിവസമുണ്ട്. ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും നിത്യതയോട് ചേർത്ത് ഈ സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്തവർക്ക് കൊടുക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാ കേൾവിക്കാരെ സഹായിക്കണം. ഈ വചനം അനേകരുടെ കരങ്ങളിൽ എത്തട്ടെ. മഹത്വമാനം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗാഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. ഹല്ലേലൂയ.